Hello friends, welcome to FRK Tech Zone. ഈ വീഡിയോയിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് സബ്ജക്റ്റിലെ മൾട്ടിവ്യൂ പ്രൊജക്ഷൻസിൻ്റെ 7ാമത്തെ സെഷനാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ 6 ഫിഗറിൻ്റെ മൾട്ടിവ്യൂ പ്രൊജക്ഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വീഡിയോസിൽ. ഇത് 7ാമത്തെ സെഷനിലാണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചൊരു പ്രോബ്ലമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഫിഗർ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, അതുപോലെ ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ ഇതാണ് നമുക്ക് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എഫ് എന്ന് കാണുന്നുണ്ട്, കണ്ടോ? ഇവിടെ എഫ് നമുക്ക് കാണാം. ഇത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുന്ന വ്യൂ ഏതായിരിക്കും? റൈറ്റ് സൈഡ് വ്യൂ ആയിരിക്കും അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ പറയാണ്, ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഈ തൊട്ടപ്പുറത്തുള്ള നോക്കുന്ന വ്യൂ ഏതായിരിക്കും? അത് റൈറ്റ് സൈഡ് വ്യൂ ആയിരിക്കും അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ വരയ്ക്കണം? ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക നോക്കാം. അപ്പോൾ അതിൻ്റെ 3D മോഡൽ ഇവിടെ വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് 3D മോഡൽ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെ ഉണ്ടാവും? ഈ എഫിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് മുകളിലേക്ക് റെക്റ്റാങ്കിള്, പിന്നെ അങ്ങോട്ടേക്ക് താഴെ ഇങ്ങനെ റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ? ഓക്കെ, പിന്നെ ഇങ്ങനെ ഒരു ആർക്കും കൂടെ നമുക്ക് കാണുന്നുണ്ട്. സോ അത് നമുക്കൊന്ന് ഫ്രണ്ട് വ്യൂ നമുക്കൊന്ന് ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഇതിൻ്റെ ഒരു ലെങ്ത് നമുക്ക് അറിയണം അല്ലേ? ഇവിടെ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. കേട്ടോ, ഇവിടുത്തെ ഈ ഒരു 20 ലൈനും പിന്നെ ഇവിടെ നിന്നുള്ള 80 എന്ന് പറഞ്ഞ ലൈനും പിന്നെയുള്ള ഈ റേഡിയസ് 16, കണ്ടോ? സെൻറ്റർ വരെയാണ് 80, ഈ സെൻറ്ററിൽ നിന്ന് അറ്റത്തിലേക്ക് എത്രണ്ടാവും? 16 ആണ് റേഡിയസ്. സോ അപ്പോൾ ടോട്ടൽ 116 ഉണ്ടാവും അല്ലേ? 20 + 80 + 16, അങ്ങനെ മൊത്തം 116 mm ലെങ്ത്തിലായിരിക്കും ഈ താഴത്തെ ലൈൻ ഉണ്ടാവുക. അപ്പോൾ അതാണ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഫിഗർ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാൻ വരച്ചത് 116ൻ്റെ ഒരു ലൈനാണ് വരച്ചത്. ഇനി ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് വെർട്ടിക്കലായിട്ടൊരു ലൈന് പോകുന്നുണ്ട് അല്ലേ? ഏറ്റവും അറ്റത്ത് നിന്നും വെർട്ടിക്കലായിട്ടൊരു ലൈന് പോകുന്നുണ്ട്. അതിൻ്റെ അളവ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 60 mm. കണ്ടോ, 60 mm ആണ് നമുക്ക് തന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 60 mm ഇവിടെ വരയ്ക്കാം. ഏകദേശം ഒന്ന് ഫിഗർ മൂവ് ചെയ്തിട്ട് മുകളിലേക്ക് ഇവിടെ 60 mm കൂടെ മുകളിലേക്ക് വരച്ചു. അത് കഴിഞ്ഞാൽ ഇവിടെ ഇനി ഇങ്ങോട്ടുള്ള വിഡ്ത്താണ് വേണ്ടത് അല്ലേ? ഈ ഒരു വിഡ്ത്താണ് വേണ്ടത്. അത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 20 mm താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ 20 mm അതാണ് നെക്സ്റ്റ് വരയ്ക്കുന്നത്. ഇവിടെ 20 mm വരച്ചു. അതിനി താഴത്തേക്ക് മുട്ടിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫിഗർ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഈ ഒരു ഫ്രണ്ട് വ്യൂവിൽ എങ്ങനെ ഓറിയൻ്റ് ആയിട്ടുള്ള മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് ഫിഗർ ഉണ്ടായത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏതൊക്കെ ലൈനാണ് മെർജായിട്ട് ഒറ്റ ലൈനായി മാറിയെന്നുള്ള മനസ്സിലായില്ല, കണ്ടില്ലേ? ഓക്കെ, ഇനി ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് താഴത്തെ റെക്റ്റാങ്കിൾ നമുക്ക് വരച്ച് നോക്കാം. ഇപ്പോൾ ഓൾറെഡി 116ൻ്റെ ലൈൻ ഞാൻ മൊത്തം വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 12 mm മുകളിലോട്ട് എടുക്കുക. കണ്ടോ, 12 mm മുകളിലോട്ട് എടുക്കുക. മുകളിലോട്ട് അടിച്ച്
ഇതിലേക്ക് മുട്ടിക്കാം. ഓക്കെ, ഒന്നും കൂടെ ഇതാക്കാം, ഞാൻ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫിഗറിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്കൊരു കർവാണുള്ള കാര്യമായിട്ട് അല്ലേ, നമുക്കിനി കാര്യമായിട്ട് ഒരു കർവാണ് ഇവിടെ വരുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു കർവാണ് വരുന്നത്. പിന്നെ ഈ ഒരു കർവാണ് വരയ്ക്കേണ്ടത്. ഈ കർവിൻ്റെ ഡയമെൻഷൻ നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. R30 ആണ് ഡയമെൻഷൻ. ഓക്കെ, R30ൻ്റെ ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ R30ൻ്റെ ഒരു ആർക്ക് വരയ്ക്കാൻ നമുക്ക് പഴയൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് റേഡിയസ് 30ൻ്റെ 2 സർക്കിൾസ് നമ്മൾ വരയ്ക്കണം ആദ്യം. ഓക്കെ, ഇവിടെ ഒരു സർക്കിൾ ഈ ഒരു കോർണറിൽ നമ്മൾ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ കോമ്പസ് എടുത്തിട്ട് ഈ ഒരു പോയിന്റ്, ഓക്കെ, ഈ ഒരു പോയിന്റ് കുത്തിയിട്ട് 30 mm റേഡിയസിൻ്റെ ഒരു സർക്കിൾ വരയ്ക്കാം. അത് ഈ 2 സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഇവിടെയും മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2 പോയിന്റിൽ വീണ്ടും 30 സർക്കിൾ വരയ്ക്കുക. പഴയ മെത്തേഡ് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 2 പോയിന്റൊന്ന് വരച്ചു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് വരച്ചു, അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്നും വരച്ചു. ഇപ്പോൾ ആ 2 സർക്കിളാണ്, ഒന്ന് ഇതും ഒന്ന് ഇതും. അത് മീറ്റ് ചെയ്ത് ഇവിടെയാണ്, കണ്ടില്ലേ. അവിടെ നിന്ന് വീണ്ടും ഒരു സർക്കിൾ 30 വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി സർക്കിൾസ് ഒക്കെ മായ്ച്ചു കഴിഞ്ഞാൽ കണ്ടില്ല, കറക്റ്റായിട്ട് ആ റേഡിയസ് 30 നമുക്കൊരു ആർക്ക് കിട്ടും. ഓക്കെ, അത് നമുക്ക് ബാക്കി ഭാഗം നമ്മൾ മായ്ച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണാത്തൊരു പോർഷനാണ് ഈ 2 ഹോളുകൾ. കണ്ടോ, ഈ ഒരു 2 ഹോളുകൾ നമുക്ക് കാണുന്നില്ല ഫ്രണ്ട് വ്യൂവിൽ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹോളുണ്ട്, കണ്ടോ. ഇവിടെ നമുക്ക് ടോപ്പിൽ നിന്ന് കാണുന്ന രീതിയിലൊരു ഹോളുണ്ട്, അത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണുന്നില്ല. നമുക്ക് ഫ്രണ്ട് വ്യൂവിലേക്ക് ഓറിയൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല, കണ്ടില്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വേണം, ഇതുപോലെ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വേണം. അപ്പോൾ ഡോട്ടഡ് ലൈനിന് വേണ്ടി ആദ്യം നമ്മളൊരു സെൻറ്റർ ലൈൻ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് കാണുന്ന രീതിയിലേക്ക് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു നമുക്ക് ഡോട്ടഡ് ലൈൻസ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഡോട്ടഡ് ലൈൻസ് വേണ്ടി ഞാൻ ആദ്യം സെൻറ്റർ ലൈൻ വരച്ചു. അപ്പോൾ സെൻറ്റർ ലൈന് നമുക്ക് എവിടെയാണ് വരയ്ക്കേണ്ടത്, നമുക്ക് ഫിഗർ നോക്കാം. കണ്ടോ, ഇവിടെ നിന്ന് 14 വിട്ടിട്ടുണ്ടോ, എഡ്ജിൽ നിന്ന് 14 വിട്ടിട്ടാണ് അതിൻ്റെ സെൻറ്ററുള്ളത്. ഓക്കെ, അപ്പോൾ എഡ്ജിൽ നിന്നും 14 നമുക്ക് വിടാം. ലൈൻ എടുത്ത് നമ്മൾ 14 വിടാം. വിട്ടു. അവിടെ ഞാൻ സെൻട്രൽ ലൈൻ വരച്ചു. ഓക്കെ, ഞാനവിടെ സെൻട്രൽ ലൈനിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടുകയാണ്, അത്രയുള്ളത്. ഓക്കെ, അതുപോലെ നമുക്കിവിടെ ഈ ഒരു താഴത്തെ ഒരു സർക്കിൾ കണ്ടോ, ഈ ഒരു സർക്കിൾ ഡയമീറ്റർ 16 സർക്കിൾ നമുക്ക് കാണുന്നില്ല. അപ്പോൾ ആ ഡയമീറ്റർ 16 സർക്കിൾ വരയ്ക്കണം. അതിനു വേണ്ടി വീണ്ടും ഇവിടെ ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ സെൻട്രൽ ലൈൻ ഇവിടുന്ന് എത്ര വിട്ടിട്ടാണ്, കണ്ടോ, റേഡിയസ് 16 കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ റേഡിയസ് 16 ആണെങ്കിൽ ഏറ്റവും 16 mm വിട്ടിട്ടായിരിക്കും അതിൻ്റെ സെൻട്രൽ ലൈൻ ഉണ്ടാവുക.
അപ്പോൾ ഇവിടുന്ന് 16 വിട്ടിട്ട് വീണ്ടും ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുകയാണ്. വിട്ടിട്ട് ഒരു സെൻറ്റർ ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സെൻട്രൽ ലൈനായി. ഇനി നമുക്ക് ഇവിടെ ഡോട്ട് ചെയ്താൽ മതി അല്ലേ. ഇവിടെ ഈ ഹോളിൻ്റെ ഡയമീറ്റർ 14 അല്ലേ. ഈ 14ൻ്റെ 2 ഹോളുകളാണ് ഇവിടെ പോകുന്നത്. അത് ഒരേ ലൈനെ കൊണ്ട് നമുക്ക് 2 ഡോട്ട് മാത്രം ചെയ്താൽ മതി. ഒരു സർക്കിൾ മാത്രം നമുക്ക് ഡോട്ട് ചെയ്താൽ മതി. ഓക്കെ, കാരണം രണ്ടും ഒരേ ലൈനിലാണ്. ഇത് 2 ഹോളും ഒരേ ലൈനിലായതുകൊണ്ട് നമുക്ക് 2 ഡോട്ട്, ഒരു സർക്കിളിനെ മാത്രം നമുക്ക് എന്താക്കിയാൽ മതി, ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡോട്ടഡ് ലൈൻ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ ഡയമീറ്റർ 14 തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ഡോട്ടഡ് ലൈനിൽ 7 മുകളിലേക്ക് എടുക്കാം. ഇവിടുന്ന് 7 മുകളിലേക്ക് എടുത്ത് ലൈൻ വരയ്ക്കുക. അതുപോലെ 7 താഴേക്ക് എടുത്ത് അടുത്ത ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ വരച്ചു. ഇനി ഇവിടെ മാറ്റി ഡോട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡോട്ടഡ് ലൈൻ ആക്കുകയാണ്. ഓക്കെ, അതുപോലെ നമുക്കിവിടെ താഴത്തെ ഈ ഒരു ബ്ലോക്കിൽ, ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ 2 സർക്കിൾ 2 ഹോള് നമ്മൾ ഡോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ഈ ഒരു ഹോളും കൂടെ നമ്മൾ ഡോട്ട് ചെയ്താൽ മതി അല്ലേ. കേട്ടോ, നമുക്കിവിടെ ഫ്രണ്ട് വ്യൂവിലേക്ക് കാണുന്നില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ ഡോട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഡയമീറ്റർ 16 ആണ് നമുക്ക് തന്നത്. ഓക്കെ, ഡയമീറ്റർ 16 നമുക്ക് തന്നിട്ടുണ്ട്. ആ ഡയമീറ്റർ 16 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ 8 mm എടുക്കുക, താഴേക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ ലൈൻ എടുത്ത് 8 mm എടുത്ത് താഴേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആയി. ഓക്കെ, ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇനി അതിൻ്റെ സൈഡ് വ്യൂ നമുക്ക് നോക്കാം. നമുക്ക് റൈറ്റ് സൈഡ് വ്യൂ ഉണ്ട്. റൈറ്റ് സൈഡ് വ്യൂവിൽ എങ്ങനെയാണ് കാണുക നോക്കാം. ഈ വ്യൂവിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് നിർത്തി നോക്കാം. ഓക്കെ, റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ വരച്ചതിനെ കൊണ്ടാണ് ഈ ഒരു എഡ്ജ് കാണുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ലൈൻ, ഈ ഒരു എഡ്ജ് കാണുന്നത്. നമുക്ക് ശരിക്കും നമുക്ക് ഓർത്തോഗ്രാഫി വരയ്ക്കുമ്പോൾ നമ്മളത് ചെയ്യേണ്ട, കാരണം ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ആ കർവിൻ്റെ എൻഡ് ആയിട്ടാണ് ആ ഒരു ലൈൻ കാണുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ ഒരു ഫിഗറിൽ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നില്ലേ. ഈ ഒരു ബ്ലോക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാണാം. കണ്ടോ, ഈ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് എന്താണ്, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് മാത്രം നമ്മൾ വരച്ചാൽ മതി. അതിൻ്റെ വിഡ്ത്ത് എത്ര ഉണ്ടാവും ഇവിടെ നോക്കിയാൽ കാണാം. റേഡിയസ് 16 അല്ലേ. അപ്പോൾ മൊത്തം ഡയമീറ്റർ എത്ര ഉണ്ടാവും, 32 ഉണ്ടാവും. സോ നമുക്കിവിടെ ഈ ഒരു ലൈന്, ഓക്കെ, ഈ ഒരു ലൈന് 32 mm ഉണ്ടാവും. ഓക്കെ, ഈ ഗ്രീൻ കാണുന്ന അത്ര എൻ്റയർ പോർഷൻ 32 ഉണ്ടാവുക. അതിൻ്റെ 2 സൈഡിലേക്കുള്ള ഈ ലൈൻ നമ്മൾ ബോദർ ചെയ്യണ്ട, അത് കർവിൻ്റെ ആണ്. ഓക്കെ, ഈ ഒരു കർവിൻ്റെ ലൈനാണ്, അത് നമുക്ക് നോക്കണ്ട. ഇതിൻ്റെ അറ്റം ഇത് 32 mm ആയിരിക്കും മൊത്തം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു 32 mm ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. പിന്നെ ബാക്കി ഫുൾ റെക്റ്റാങ്കിൾ ഈ മുകളിൽ കർവ് ഉണ്ടോ, മുകളിൽ കർവ് ചെയ്തിട്ട് ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ഇവിടെ 2 ഹോള് കാണാം. അതുപോലെ നടുവ് കൂടെ പോകുന്ന ആ ഒരു കർവ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാണാം. കർവ് ശരിക്കും ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കർവ് ഉള്ളത്.
കർവ് നമുക്ക് റൈറ്റിലേക്ക് വരുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് മാറണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ഒന്ന് വരച്ചു നോക്കാം. റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കേണ്ട ലെഫ്റ്റിലാണ്. സോ നമ്മൾ ലെഫ്റ്റിലേക്ക് ഈ ലൈൻസൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. എല്ലാ ലൈൻസും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതേപോലെ ഈ സെൻറ്ററിൽ നിന്ന് കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈൻ നമുക്ക് റൈറ്റ് സൈഡ് വ്യൂവിൻ്റെ ആ മെയിൻ ആ ഫസ്റ്റത്തെ ഈ റെക്റ്റാങ്കിൾ നമുക്കൊന്ന് വരയ്ക്കാം. അതിൻ്റെ ഡയമെൻഷൻസ് നോക്കാം. ഇവിടെ താഴെയുണ്ട്. നമുക്ക് ഈ റെക്റ്റാങ്കിൾ ഡയമെൻഷൻ എത്രയാണ് കണ്ടോ? 70 മുകളിലുണ്ട് കണ്ടോ? 70 ആൻഡ് 60 കണ്ടോ? അതിലാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു 60 നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. 60 നമുക്ക് ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്, പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്ത് വരച്ചാൽ മതി കേട്ടോ. 60 ബാക്കി 70 ഉള്ളത്. ആ 70 നമ്മൾ വരയ്ക്കാം. ഒരു പ്രൊജക്ഷൻ ലൈൻ ഇവിടെ വരെ എത്തിയില്ല, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ മെയിൻ ആയിട്ടുള്ള സർക്കിൾ വരച്ചു. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് വശം നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റർ പകുതി ആയി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ഭാഗവും ഒരേപോലെ ഉണ്ട് അല്ലേ, ഒരു മിറർ കോപ്പി പോലെയുള്ളത്. അതുകൊണ്ട് നമുക്കൊരു സെൻറ്റർ ലൈൻ ആദ്യം വരച്ചിടാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, നമുക്കത് വളരെ എളുപ്പമായിരിക്കും വരയ്ക്കാൻ. അപ്പോൾ നമുക്കൊരു സെൻറ്റർ ലൈൻ നമ്മൾ വരച്ചിട്ടേക്കാം. പിന്നെ ഒക്കെ അതിൻ്റെ അത് ബേസ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ വരച്ചു. ഇനി താഴത്തെ ഈ 32-ൻ്റെ ഇത് 32 mm ആണ് ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് 32-ൻ്റെ ഒന്ന് വരച്ചു നോക്കാം. താഴെ 16, പിന്നെ അങ്ങോട്ട് 32 അതാഴത്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ അടിയത്തെ ഈ 32-ൻ്റെ ഈ ഒരു ബ്ലോക്ക് ഇവിടെ വരച്ചു. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഞാൻ ഈ 32 വരച്ചു. ഇതിൻ്റെ പ്രൊജക്ഷനിൽ കണ്ടില്ലേ, ഈ ഒരു ലൈനിൻ്റെ പ്രൊജക്ഷനിലാണ് ഞാൻ 32 വരച്ചത്. സോ നമുക്ക് അതേ ലൈനിൽ തന്നെ കിട്ടി. അപ്പോൾ നമുക്കവിടെ ഈ അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ സർക്കിൾ നമുക്ക് വരയ്ക്കാം. ഈ സർക്കിൾ 2 സർക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സർക്കിൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അറ്റത്ത് നിന്ന് എത്ര വിട്ടിട്ടാണ് നമുക്ക് നോക്കാം. മുകളിൽ നിന്ന് 14 വിട്ടിട്ടാണ്. നമുക്കതിൻ്റെ സെൻട്രൽ ലൈൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അതിനെക്കൊണ്ട് ഈ 14-ൻ്റെ ആവശ്യം നമുക്കില്ല. കണ്ടില്ലേ, ഈ സെൻട്രൽ ലൈൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ സെൻട്രൽ ലൈൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനെ കൊണ്ട് 14-ൻ്റെ ആവശ്യമില്ല. അത് കൃത്യം അവിടെ തന്നെ ആയിരിക്കും വരിക. ഓരോ അറ്റത്ത് നിന്ന് ഇത്ര വിട്ടിട്ടാ നോക്കാം. കണ്ടോ, അറ്റത്തുനിന്നും 14 വിട്ടിട്ടാണ്. കണ്ടില്ലേ, ഈ ഒരു 14 വിട്ടിട്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം നമുക്ക് 14 ഇടാം. അവിടെ നിന്ന് ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, അപ്പം ഇതേപോലത്തെ ഒരു സർക്കിള് ഈ ഭാഗത്തുണ്ടാവും അല്ലേ. ആ ഭാഗത്തും സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി നിങ്ങൾ എന്താക്കണം, മുകളിലുള്ള ഈ ഒരു പോർഷൻ അതെന്താണ്, ഇതൊരു ആർക്കാണ് അല്ലേ ഫിഗറിൽ. അപ്പോൾ അത് നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോ സർക്കിൾ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് വേണം അത് കർവ് ചെയ്യാൻ കേട്ടോ. കാരണം കോമ്പസിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അത് നമ്മൾ പ്രോ സർക്കിൾ വെച്ചിട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ റേഡിയസ് നമുക്കിവിടെ ഫിഗറിൽ നിന്ന് കിട്ടും. റേഡിയസ് എത്രയാണ്, R6 കണ്ടില്ലേ, ഇവിടെ R6 എന്നുണ്ട്. ആ 6 mm റേഡിയസ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്കത് വെച്ചിട്ട് 6 mm റേഡിയസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആർക്ക് നമുക്ക് ചെയ്യാം.
ഒരു ഭാഗം ചെയ്തു, രണ്ട് ഭാഗം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ആർക്ക് ഷേപ്പിൽ കണ്ടോ ഈ സാധനം. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂവിൽ ആ ഒരു കർവ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം അത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇതിന് മുകളിലേക്ക് എത്ര ഉണ്ട്? നമുക്ക് ഈ ഒരു ലൈൻ വേണം അല്ലേ, നമുക്ക് ഈ ലൈൻ വേണം നമുക്ക് വരയ്ക്കാൻ. ആ ലൈൻ നമുക്ക് ഇവിടുന്ന് കിട്ടുക ഫ്രണ്ട് വ്യൂവിൽ നിന്നും നമുക്ക് പ്രൊജക്റ്റ് ചെയ്താൽ മതി. കണ്ടോ ഈ ആർക്കിൻ്റെ എൻഡ് കണ്ടോ നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് അല്ലേ, ഉണ്ടല്ലേ, ഉണ്ട്. ഇതാണ് നമ്മുടെ ആർക്കിൻ്റെ എൻഡ് പോയിന്റാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത്. അപ്പോൾ അതിനൊന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എൻഡ് പോയിന്റ് കിട്ടും. സോ നമുക്ക് അതൊന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ലൈനാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താക്കാം, ആ ലൈനിൽ വെച്ചിട്ട് നമുക്ക് ആർക്കിൻ്റെ ഈ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. ഈ ലൈൻ എത്രയാണ് ഇവിടെ? ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? കണ്ടോ 12 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത്. കണ്ടോ 12 mm മുകളിൽ തന്നിട്ടുണ്ട്. 12 mm കണ്ടോ, ഈ 12 mm ആണ് ഈ ഒരു കർവായിട്ടുള്ള ഈ ആർക്കിന് വിഡ്ത്ത്. അപ്പോൾ നമുക്ക് 6 രണ്ട് സൈഡിലേക്ക് നമുക്ക് വരയ്ക്കാം. 6 വരച്ചിട്ട് താഴേക്ക് വരയ്ക്കാം. അതുപോലെ ലൈൻ എടുത്ത് നമ്മളൊരു 6 mm കൊണ്ട് വരയ്ക്കാം, അത് താഴേക്ക് വരയ്ക്കാം. ബാക്കി ഭാഗം നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളുടെ സൈഡ് വ്യൂ ആയി. ഓക്കെ, സൈഡ് വ്യൂ നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ എന്താണുള്ളത്? ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ബ്ലോക്കിൽ, ഓക്കെ, ഈ ഒരു ബ്ലോക്കിൽ ഒരു ഹോളുണ്ട് അല്ലേ, ഈ ഒരു ഹോളുണ്ട്. ഈ ഹോള് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യണ്ടേ? അപ്പോൾ എന്താക്കണം, ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഡയമീറ്റർ 16 കണ്ട, ഈ ഡയമീറ്റർ 16 എന്നുള്ള ഹോള് നമുക്ക് റൈറ്റ് സൈഡ് വ്യൂവിൽ കാണുന്നില്ല, ഈ റൈറ്റ് സൈഡ് വ്യൂവിൽ കാണുന്നില്ല. അപ്പോൾ ഡയമീറ്റർ 16 ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാണ് ഡോട്ടഡ് ലൈനിൽ. ഓക്കെ, അത് ഞാൻ രണ്ട് സൈഡ് മാർക്ക് ചെയ്തു. രണ്ട് സൈഡും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നമ്മൾ ഹിഡൻ ലൈൻ ആക്കി, കാരണം നമുക്ക് കാണൂല അല്ലേ, നമുക്കത് കാണൂല, അതുകൊണ്ട് നമ്മളത് ഹിഡൻ ലൈൻ ആക്കി. ഇനി പ്രൊജക്ഷൻ ലൈനൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഒഴിവാക്കിയാൽ നമ്മളുടെ സൈഡ് വ്യൂ ക്ലിയർ ആയതൊന്ന് കാണാം. ഓക്കെ, ഇതാണ് നമ്മളുടെ സൈഡ് വ്യൂ. നമുക്കൊന്നും കൂടെ സൈഡ് വ്യൂ എടുത്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ടോപ്പ് വ്യൂ എവിടെ വരിക? ടോപ്പ് വ്യൂ നമുക്ക് താഴെയാണ് വരിക അല്ലേ, ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെയാണ് വരിക. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ താഴത്തേക്ക് നമുക്ക് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ ലൈൻസും നമുക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ഈ ആർക്കിൻ്റെ എൻഡ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സർക്കിളിൻ്റെ എൻഡുകൾ ടോട്ടൽ ഡ്രോയിങ്ങിൻ്റെ ലൈന് നമുക്കിവിടെ സെൻട്രൽ ലൈൻ ഉണ്ട്, ആ സെൻട്രൽ ലൈനും കൂടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, അതെ. ഇനി നമുക്ക് ടോപ്പിൽ എന്താണ് കാണുന്നത് നോക്കാം. ടോപ്പിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. അപ്പോൾ ഈ എൻഡിൽ നമുക്ക് റെക്റ്റാങ്കിൾ കാണുന്നില്ല, നമുക്ക് കർവൊന്നും കാണുന്നില്ല. ഈ അറ്റത്തെ കർവുകളൊന്നും നമുക്ക് കാണുന്നില്ല, അതൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണ് വെച്ചിരുന്നത്. ഈ കർവിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ കർവ് എന്താവും, നമ്മുടെ ടോപ്പിൽ പോകുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയി മാറില്ല, കണ്ടില്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് മാറി. ഓക്കെ, അതിൻ്റെ പ്രൊജക്ഷൻ ലൈൻ അപ്പോൾ നമുക്ക് താഴേക്ക് വരച്ച്. അപ്പോൾ നമുക്ക് എന്താക്കിയാൽ മതി, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 70 ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ നമുക്ക് ടോട്ടൽ ലെങ്ത് നമുക്ക് 70 ആണ് തന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ ഒരു പ്രൊജക്ഷൻ ലൈനിൽ വെച്ചിട്ട് നമുക്ക് 70 ലൈൻ ലെങ്ത്തിൽ നമുക്ക് ഈ റെക്റ്റാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമ്മളൊരു ലൈന് വരച്ചിട്ട് നമ്മൾ എന്താക്കുക, ആ ഒരു ഡയമെൻഷൻ, ആ ഒരു പ്രൊജക്ഷൻ ലൈനിൽ നമ്മൾ എന്താക്കുക, ഈ ലൈന് വെച്ചിട്ട് നമ്മൾ വരയ്ക്കാം. ഓക്കെ, നമുക്ക് ഒരു ഡയമെൻഷൻ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ വരയ്ക്കാം കേട്ടോ. താഴേക്ക് ഇപ്പം എത്ര ഉണ്ടാവും ഇവിടെ? 70 ഉണ്ടാവും അല്ലേ. 70 വരച്ചു. ഓക്കെ, ആ ഒരു ഭാഗം വരച്ചു കഴിഞ്ഞു അല്ല. ഇനി ടോപ്പിൽ വേറെ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കിയാൽ കാണാം. കണ്ട, ഇങ്ങനെ ഒരു ആർക്ക് ഷേപ്പിലാണ് നിങ്ങൾക്ക് വരിക കേട്ടോ. ഈ ഒരു എൻഡിൽ ഒരു ആർക്കായിരിക്കും വരിക, കണ്ടല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ വരയ്ക്കണം. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതൊക്കെ നമുക്കൊരു സെൻറ്റർ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ ലൈൻ നമ്മൾ വരയ്ക്കാം. ഒരു സെൻറ്റർ ലൈൻ നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെൻറ്റർ ലൈൻ വരച്ചു. ഇനി ഈ ഒരു ഷേപ്പ് നമുക്കൊന്ന് ഉണ്ടാക്കാം അല്ലേ. ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കാം. അപ്പം അതിന് ഇത് എത്ര 32 mm ആണെന്ന് പറഞ്ഞിട്ടല്ലേ. ഇതിൻ്റെ വിഡ്ത്ത് 32 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആ 16 അപ്പുറമായിട്ട് നമുക്ക് വരയ്ക്കാം. വരച്ചിട്ട് നമുക്ക് ഈ എൻഡ് പോയിന്റ് വരെ വരച്ചാൽ മതി. പിന്നെ അങ്ങോട്ടേക്ക് ഒരു ആർക്കാണല്ലോ. ഈ എൻഡ് പോയിന്റ് വരെ വരച്ചു. ഓക്കെ, കാരണം ബാക്കി ആർക്കാണ്. ബാക്കി എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക? കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇവിടെ സെൻറ്റർ കണ്ട, ഈ ഇൻ്റർസെക്ഷനിൽ കാണുന്ന സെൻറ്റർ എത്തിയിട്ട് ഇതുവരെ വരയ്ക്കുക. കണ്ട, ക്ലിയർ ആയി പോയിട്ട് മുട്ടും. നമുക്ക് ബാക്കി ഭാഗം ട്രിം ചെയ്ത് വന്നാൽ മതി. അത് നിങ്ങൾ ഡ്രാഫ്റ്റിൽ വരയ്ക്കുമ്പോൾ ഈ ട്രിമ്മിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു സോഫ്റ്റ്വെയറിൽ വരയ്ക്കുന്നതിനെ കൊണ്ട് ഇതിൽ എൻകൗണ്ടർ ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ഇത് നിങ്ങൾ ബോധം ചെയ്യേണ്ട. നിങ്ങൾക്ക് ഡ്രാഫ്റ്റിൽ ഡയറക്റ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി അതിൽ തന്നെ നമുക്ക് ഉള്ളിലൊരു സർക്കിൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ ഉള്ളിൽ സർക്കിൾ എത്രയാണ് ഇവിടെ? ഡയമീറ്റർ 16 ആണ് അല്ലേ. അപ്പോൾ ഡയമീറ്റർ 16 ഇവിടെ വരയ്ക്കാം. സോറി, ഓക്കെ, കറക്റ്റ് ആ പ്രൊജക്ഷനിൽ പോയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ആർക്ക് ഉണ്ടല്ലേ. ആ ആർക്ക് എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? കണ്ട, റേഡിയസ് 6 തന്നിട്ടുണ്ട്. അതും 6 mm ആണ് റേഡിയസ് വരുന്നത്. അപ്പോൾ നമുക്ക് 6 mm ഒരു കർവ് ആക്കി മാറ്റാം. ഓക്കെ, അതായി. അപ്പോൾ നമ്മളുടെ ടോപ്പ് ഏതാണ്ടായി. ഇനി ബാക്കി എന്താണുള്ളത്? ഈ ഒരു കർവായിട്ടുള്ള ഭാഗം ഉണ്ടല്ലേ, അതെവിടെ ചെന്ന് നിൽക്കുന്നത്? ഇവിടെ വരെ ചെന്ന് നിൽക്കുന്നുണ്ടല്ലേ. അത് അതിൻ്റെ പ്രൊജക്ഷനാണ് നമുക്ക് ഇവിടെ കാണുന്നത്. കണ്ടോ, ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഡെപ്ത്, അതിന് വിഡ്ത്ത് നോക്കുക. വിഡ്ത്ത് എത്രയാണ് ഇവിടെ? നമുക്ക് 12 mm നമ്മൾ നേരത്തെ വരച്ചിട്ടില്ലേ. 12 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് കാണിക്കുന്നുണ്ടല്ലേ. 12 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് കാണിക്കുന്നത്. അപ്പോൾ 12 mm വിഡ്ത്തിൽ നമുക്ക് വരയ്ക്കാം. ലൈൻ എടുത്തിട്ട് 6 മുകളിലോട്ട് എടുത്ത് വരച്ച് ഇതിലേക്ക് മുട്ടിക്കാം. ഓക്കെ, അതുപോലെ 6 താഴോട്ടെടുത്തിട്ട് ഇങ്ങോട്ട് മുട്ടിക്കാം, ചേർക്കാം. ഓക്കെ, നമ്മളിതിൻ്റെ വ്യൂസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊജക്ഷൻ ലൈൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ആ ഒബ്ജക്റ്റ് മനസ്സിലാവുണ്ടല്ലോ അല്ലേ. ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇനി കാണാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ഹോൾസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് 2 ഹോള് വരുന്നുണ്ട് അല്ലേ. ഈ 2 ഹോള്, ഈ ഹോള് നമുക്ക് ടോപ്പിൽ നമുക്ക് കാണുന്നുണ്ടോ? ഇല്ല, ടോപ്പിൽ കാണുന്നില്ല. അപ്പോൾ മുകളിലും താഴെയായിട്ട് നമുക്ക് 2 ഹോൾസ് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ നോക്കാം, ഇവിടെ മുകളിൽ നിന്നും എത്ര വിട്ടിട്ടാണ്? കണ്ടോ, 14 വിട്ടിട്ടാണ് അതിൻ്റെ സെൻറ്ററിലുള്ളത് അല്ലേ. ഇതവിടെ കാണുന്നുണ്ട് കണ്ടോ.
14. അപ്പോൾ അപ്പുറം 14 വിട്ടിട്ടായിരിക്കും, കാരണം അതൊരു മിറർ കോപ്പിയാണ്, മിറർ ഇമേജാണ്. സോ ഇപ്പുറത്തുനിന്ന് ഈ ഒരു എഡ്ജിൽ നിന്ന് 14 വിട്ടിട്ടാണ് സർക്കിളിൻ്റെ സെൻറ്ററെങ്കിൽ അപ്പുറത്തുനിന്ന് 14 വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ഇവിടുന്ന് എഡ്ജിൽ നിന്നും നമുക്ക് 14 വിടാം. വിട്ടു. നമുക്ക് അവിടെ ഒരു സെൻറ്ററിൽ നിന്ന് വരച്ചു. ഓക്കെ, സെൻട്രൽ ലൈൻ വരച്ചു. ഇനി നമ്മൾ അതേ സെൻട്രൽ ലൈൻ എവിടെ ഉണ്ടാവും? ഈ ഒരു എഡ്ജിൽ നിന്ന് 14 വിട്ടിട്ടും ഉണ്ടാവും അല്ലേ, മുകളിലുള്ള എഡ്ജിൽ നിന്ന് 14 വിട്ടിട്ടും ഉണ്ടാവും. അപ്പോൾ അതും കൂടെ നമ്മൾ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അത് നമ്മൾ വരച്ചു. ഇനി അവിടെ 2 ഹോളുണ്ട് അല്ലേ, ആ ഹോളിൻ്റെ ഡയമീറ്റർ എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് 14 mm ഡയമീറ്റർ ഉണ്ടാവും. സോ നമ്മൾ ആ ഡോട്ടർ ലൈനാണ് വരയ്ക്കേണ്ടത്. 7 mm മുകളിലേക്ക് താഴേക്ക് എടുക്കുക. ഓക്കെ, അത് 7 mm മുകളിലേക്ക് എടുത്തിട്ട് വരയ്ക്കുക. ഞാൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഇത് കമാൻഡ്സ് എടുത്തിട്ട് ഞാൻ ഷോർട്ട് കട്ട് വഴിയാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഡോട്ടഡ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇതേ ഡോട്ടഡ് ലൈൻ എവിടെ ഉണ്ടാവും? മുകളിലും ഉണ്ടാവും അല്ലേ, ഇതേ ഡോട്ടഡ് ലൈന് മുകളിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെയും ഇത് പോയിട്ട് വരച്ചു. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഫിഗറിൻ്റെ ടോപ്പ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഫിഗറിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലായി. നിങ്ങൾ ഈ ഒരു വീഡിയോ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബാക്കിലേക്ക് പോയിട്ട് ഒന്നും കൂടെ നോക്കി വരിക. ഓക്കെ, മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞാൽ ഐസോമെട്രിക്, ഓക്സിലറി എല്ലാം വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ തിരിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ മെല്ലെ നോക്കിയാൽ മതി, ഉണ്ടോ ഫ്രണ്ട് വ്യൂ. അതുപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ. ഓക്കെ, എങ്ങനെ ശരിയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആ സർഫസ് നമ്മുടെ മനസ്സിലേക്ക് വന്നോളും. അതുപോലെ ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ 3 വ്യൂ മനസ്സിലായല്ലോ അല്ലേ. അപ്പം നമുക്ക് ഇതിപ്പോൾ 7ാമത്തെ ഫിഗറിൻ്റെ സൊല്യൂഷനാണ്. നമുക്കിനി അടുത്ത ഒരു മൾട്ടി വ്യൂ ഫിഗറുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം. ഓക്കെ.